നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മത്സര പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സര പരീക്ഷയായ റവന്യൂ വകുപ്പിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ധാരാളം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന 10th നിലവാരത്തിലുള്ള 10ാം ക്ലാസ് യോഗ്യതാ നിലവാരത്തിലുള്ള മത്സര പരീക്ഷയായ LDC, LGS തുടങ്ങിയിട്ടുള്ള മത്സര പരീക്ഷയിൽ ഉൾപ്പെട്ടവരുമുണ്ട്, ഉൾപ്പെടാത്തവരുണ്ട്. അപ്പോൾ ഉൾപ്പെടാത്ത പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ സോഷ്യൽ മീഡിയ വഴിയും ഈ പറയുന്ന പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പ് വഴിയൊക്കെ ചോദിക്കാറുണ്ട്, VFAയുടെ നോട്ടിഫിക്കേഷൻ എന്നാണ്, VFA നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ. നമുക്ക് എല്ലാവർക്കും അറിയാം, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മത്സര പരീക്ഷ എന്ന് പറഞ്ഞാൽ എക്സാം നോട്ടിഫിക്കേഷൻ ഏറെക്കുറെ എല്ലാം തയ്യാറായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എക്സാം എങ്ങനെയായിരിക്കും, ഒന്നാമത്തെ സംശയം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ളത്, എക്സാം എങ്ങനെയായിരിക്കും, ദെൻ ഏറ്റവും കൂടുതൽ നിയമനം ഏത് ജില്ലയിലായിരിക്കും, ദെൻ സിലബസിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടോ, സിലബസ് എങ്ങനെയാണ്, പഴയ സിലബസ് തന്നെയാണോ ഫോളോ ചെയ്യേണ്ടത്, അതോ പുതിയ സിലബസ് ഉണ്ടോ. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ചോദിച്ച ഒരു സംശയം, ന്യൂ SCRT ചോദ്യങ്ങൾ ഉണ്ടാവുമോ, അതായത് പഴയ SCRT സ്കൂൾ ടെക്സ്റ്റിൽ നിന്ന് ഇപ്പൊ ചോദ്യങ്ങളൊക്കെ ധാരാളം ചോദിക്കുന്നുണ്ട്. ഇപ്പൊ പുതിയ SCRT സ്കൂൾ ടെക്സ്റ്റുകളായിട്ടുള്ള 5, 7, 9, 10ാം ക്ലാസ്സിലെ പുതിയ സ്കൂൾ ടെക്സ്റ്റ് SCRT മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം ചോദ്യം വരുന്നുണ്ടോ, അല്ലെങ്കിൽ ചോദ്യം ഉണ്ടാകുമോ. അപ്പൊ അങ്ങനെ ധാരാളം സംശയങ്ങളുണ്ട്. ആ ധാരാളം സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇപ്പൊ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. VFA എന്നാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ മറ്റൊരു പേര്. ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ്, എല്ലായ്പ്പോഴും നടക്കുന്നത് ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ്. അതായത് ജില്ലാ തലത്തിലാണ്. 14 ജില്ലകളിലും എന്തുണ്ട്, ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. 14 ജില്ലയിലും മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് 14 ജില്ലയിലേക്കും അതിൽ ഒരു ജില്ലയിലേക്ക് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജില്ല സെലക്ട് ചെയ്യാം. അതുകൊണ്ട് ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ്. ഓക്കെ, ദെൻ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. റവന്യൂ വകുപ്പിലാണ് നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മത്സര പരീക്ഷ എഴുതി ജോയിൻ ചെയ്യുന്നത്. വില്ലേജുകളിലെ ഫീൽഡ് അസിസ്റ്റന്റ് എന്നാണ് മത്സര പരീക്ഷയുടെ ആ ഒരു പേര് തന്നെ. അതുകൊണ്ട് തന്നെ അതിൻ്റെ മറ്റു രീതികളും സ്വഭാവ സവിശേഷതകളെല്ലാം വില്ലേജുമായി ബന്ധപ്പെട്ടതാണ് VFA. അപ്പം അതിൽ ഏജ് ലിമിറ്റ് 18 to 36, 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്കാർക്ക് ഏജ് ലിമിറ്റ്. OBCക്കാർക്ക് 3 വയസ്സ് ഇളവുണ്ട്, 39 വയസ്സ് വരെ അയക്കാം. SC/SC ആവുമ്പം 41, 5 വർഷം കൂടെ ഇളവുണ്ട്, അവർക്ക് റിലാക്സേഷൻ ഉണ്ട്. SC/SC വിഭാഗക്കാർക്ക് 41 വയസ്സ് വരെ അവർക്ക് ഏജ് ലിമിറ്റ് ഉണ്ട്. ദെൻ ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ സാലറി സ്കെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 17,000 മുതൽ 37,500 വരെയാണ് ബേസിക് പേ അല്ലെങ്കിൽ സാലറി എന്നറിയപ്പെടുന്നത്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മത്സര പരീക്ഷ എഴുതി ആദ്യ റാങ്കിൽ 1ാം റാങ്ക് നിങ്ങൾ നേടി, അല്ലെങ്കിൽ 2ാം റാങ്ക് നിങ്ങൾ നേടി, നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് മന്ത്ലി അല്ലെങ്കിൽ മാസാമാസം നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ഈ 17,000 to 37,500 ആയിരിക്കും. അടുത്ത ക്വാളിഫിക്കേഷൻ നമുക്കറിയാം. ക്വാളിഫിക്കേഷൻ +2 അല്ല, മറിച്ച് SSLC ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. അതുകൊണ്ട് തന്നെ മത്സര പരീക്ഷയിൽ ഈ പറയുന്ന 10th ലെവൽ നിലവാരത്തിലുള്ള അല്ലെങ്കിൽ 10ാം ക്ലാസ് നിലവാരത്തിലുള്ള പ്രിലിമിനറി പരീക്ഷയും മെയിൻ പരീക്ഷയും ഫോക്കസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഈ മത്സര പരീക്ഷയെ ഫോക്കസ് കൊടുക്കണം. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ, ഏറ്റവും അവസാനമായിട്ട് നോട്ടിഫിക്കേഷൻ വന്ന് 2021 സെപ്റ്റംബർ ആണ്. കാറ്റഗറി നമ്പർ 368/2021 ആയിരുന്നു. എക്സാം നടക്കുന്നത്, ആ മത്സര പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു. എക്സാം 2 സ്ട്രാറ്റജി ആയിട്ട്, 2 തലത്തിലായിരുന്നു പരീക്ഷ. പ്രിലിമിനറി പരീക്ഷ ഉണ്ടായിരുന്നു, മെയിൻ പരീക്ഷ ഉണ്ടായിരുന്നു. അതിൽ പ്രിലിമിനറി പരീക്ഷ നടക്കുന്നത് 2021 സെപ്റ്റംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു. പ്രിലിമിനറി പരീക്ഷ നടക്കുന്നത് 2022 മെയ് മുതൽ ജൂലൈ വരെയുള്ള മാസങ്ങളിലായിരുന്നു ഈ പ്രിലിമിനറി പരീക്ഷ നടന്നത്. അതായത് ഓരോ ജില്ലയിലും, അതായത് ഓരോ ജില്ലകൾക്കും ഓരോരോ പ്രിലിമിനറി പരീക്ഷ എന്ന രീതിയിൽ 2022 മെയ് മുതൽ ജൂലൈ വരെയായിരുന്നു പ്രിലിമിനറി പരീക്ഷയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. കട്ട് ഓഫ് 65 മുതൽ 79 വരെയായിരുന്നു ഓരോ ജില്ലയിലെയും കട്ട് ഓഫ്. അതായത് ഏറ്റവും കുറവ് കട്ട് ഓഫ് 65ഉം ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് 79ഉമായിരുന്നു. തിരുവനന്തപുരം ജില്ലയെ പോലുള്ള വലിയ ജില്ലകളിലൊക്കെ തന്നെ പൊതുവെ ഉയർന്ന കട്ട് ഓഫ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിലിമിനറി പരീക്ഷയുടെ കട്ട് ഓഫ് 65 മുതൽ 79 വരെ ആയിരുന്നു. അപ്പോൾ ഓരോ ജില്ലയിലും പല പല കട്ട് ഓഫ് ആയിരുന്നു. ദെൻ മെയിൻ പരീക്ഷ കണ്ടക്ട് ചെയ്തു 2023 മെയ്യിലാണ് മെയിൻ പരീക്ഷ കണ്ടക്ട് ചെയ്തത് കേരള PSC. അതിന്റെ കട്ട് ഓഫ് 65 മുതൽ 75 വരെയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറഞ്ഞ പ്രിലിമിനറി പരീക്ഷയുടെയും മെയിൻ പരീക്ഷയുടെയും കട്ട് ഓഫ് ഏറെക്കുറെ സെയിം ആയിരുന്നു എന്ന് വേണം പറയാൻ. 65 ആയിരുന്നു ഏറ്റവും കുറവ് കട്ട് ഓഫ്, ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് 75ആണ്.
ഇനി റാങ്ക് ലിസ്റ്റ് വന്നത് 2024 ഫെബ്രുവരി 22-നാണ്. 2024 ഫെബ്രുവരി 22-നാണ് VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ്, ഏറ്റവും പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. മെയിൻ ലിസ്റ്റിൽ ഓരോ ജില്ലയിലും 150 മുതൽ 240 വരെ ആളുകളെ, ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിലെ കാര്യമാണ് പറയുന്നത്. മെയിൻ ലിസ്റ്റിൽ 150 മുതൽ 240 വരെയുള്ള ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തി. അതിൽ ഏറ്റവും കുറവ് 150 ആ ഒരു റേഞ്ച് വന്നത് ഇടുക്കി ജില്ലയിലും, 240 ആളുകളെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ തിരുവനന്തപുരം തുടങ്ങിയിട്ടുള്ള ജില്ലകളിലാണ്. അപ്പൊ അങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, 2024 ഫെബ്രുവരി 22-ന് നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷമായിരിക്കുമല്ലോ. അടുത്ത റാങ്ക് ലിസ്റ്റ് വരേണ്ടത് 2027 ഫെബ്രുവരിയിലാണ്. 2027 ഫെബ്രുവരിയിൽ പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ഉണ്ടാവും. നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രം പോരാ, 2 പരീക്ഷ, അതായത് പ്രിലിമിനറി പരീക്ഷയും മെയിൻ പരീക്ഷയും നമുക്ക് വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും ഉഷാറായി തന്നെ പഠിച്ചു പോവുക. LGS LDC മത്സര പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ഒരു തരത്തിലും ഒരിക്കലും നിർത്തേണ്ട ആവശ്യമില്ല. ഞാൻ നേടും, എനിക്ക് നേടണം എന്ന ഒരു മനോഭാവത്തോടു കൂടി പഠിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ മത്സര പരീക്ഷ കിട്ടുക തന്നെ ചെയ്യും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഉറപ്പായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങുക. ഇതാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തത്, എക്സാം എങ്ങനെയാണ്? 2 പരീക്ഷകൾ ഉണ്ടായിരിക്കും. ഒന്ന് പ്രിലിമിനറി പരീക്ഷ ഉണ്ടാകും, മെയിൻ പരീക്ഷ ഉണ്ടാകും. കഴിഞ്ഞ തവണ പോലെ തന്നെയുള്ള 2 പരീക്ഷയായിരിക്കും ഉണ്ടാവുന്നത്. പ്രിലിമിനറി പരീക്ഷ ഉണ്ടാകും, മെയിൻ പരീക്ഷ ഉണ്ടാകും. അടുത്തത്, മൂന്നാമത്തെ മറ്റൊരു സംശയം നിങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, ഇന്ന് മുതൽ പഠിച്ച് തുടങ്ങുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കാണും, അല്ലെങ്കിൽ നേരത്തെ പഠിച്ചു തുടങ്ങിയ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കാണും. അവരുടെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം, സിലബസ് എന്തായിരിക്കും? സിലബസ് 10th നിലവാരത്തിലുള്ള, അല്ലെങ്കിൽ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഫോക്കസ് കൊടുക്കുന്ന പോലെ പ്രിലിംസിന്റെ സിലബസ്, 10th ലെവൽ മെയിൻ പരീക്ഷയുടെ സിലബസ്, ഈ പറഞ്ഞേക്കുന്ന VFAയുടെ മെയിൻ പരീക്ഷയുടെ സിലബസ് ഇത് തന്നെയായിരിക്കും. ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, ഇതിനി ഏറ്റവും പ്രധാനപ്പെട്ട ധാരാളം ഉദ്യോഗാർത്ഥികൾ സംശയം ചോദിക്കുന്നത് ഈ പറയുന്ന SCRT ചാപ്റ്ററുകൾ. SCRT ചാപ്റ്ററുകൾ എന്ന് പറയുമ്പോൾ SCRT പുസ്തകം തന്നെ മാറിയിട്ടുണ്ട്. അതിൽ 5, 7, 9 നേരത്തെ മാറിക്കഴിഞ്ഞു. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയി 10ാം ക്ലാസ്സിലെ സ്കൂൾ ടെക്സ്റ്റും മാറിയിട്ടുണ്ട്. അപ്പൊ പഴയ സ്കൂൾ ടെക്സ്റ്റ് കയ്യിലിരിക്കുന്നവർ അതെടുത്ത് കളയേണ്ട ആവശ്യം ഇല്ല. അതും ഒന്ന് വായിച്ചോ, ബേസ് ആയിട്ട് അത് ഉപകാരപ്പെടും. അതിനോടൊപ്പം തന്നെ ഇപ്പോഴത്തെ പുതിയ സ്കൂൾ ടെക്സ്റ്റ് കൂടി അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. അപ്പൊ NUSCRT ചാപ്റ്റർ ആയ 5, 7, 9 സ്കൂൾ ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിച്ച് പഠിക്കണം. അതിനോടൊപ്പം തന്നെ 10ാം ക്ലാസ്സിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് മാറിയ പുതിയ 10ാം ക്ലാസ്സിൽ SCRT ചാപ്റ്റർ കൂടി ഉൾപ്പെടുത്തി പഠിക്കണം. ഇതാണ് VFA മത്സര പരീക്ഷയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ VFA മത്സര പരീക്ഷ ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ PSC ഇൻഫ്ലുവൻസർ 5 AM റെഗുലർ ബാച്ച് ഈ വീക്ക് മുതൽ തുടങ്ങിയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, വീണ്ടും ആവർത്തിക്കുന്നു, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക. VFA 5 AM റെഗുലർ ബാച്ച്, അതിനുശേഷം നിങ്ങളുടെ പേര്. ഓക്കെ, ഇപ്പൊ മത്സര പരീക്ഷ ഫോക്കസ് കൊടുക്കുന്ന സമയത്ത് VFA ആയിക്കോട്ടെ, അത് ഏത് മത്സര പരീക്ഷ ആയിക്കോട്ടെ, ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നിങ്ങൾക്ക് വേണ്ടത് ചിട്ടയായ ഒരു പഠനമാണ്. അത് PSC ഇൻഫ്ലുവൻസർ ഉറപ്പുവരുത്തുന്നു. അപ്പൊ അവിടെ എന്താണ്, പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാം ഒരു സംശയമുണ്ട്, എന്താ ഈ 5 AM വർക്കൗട്ട് ബാച്ച് എന്ന് പറഞ്ഞാൽ? റെഗുലർ ബാച്ച് തന്നെയാണ്. അതായത് എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക്, വെളുപ്പിനെ 5 മണിക്ക് നിങ്ങൾക്ക് പഠിക്കേണ്ട മെറ്റീരിയൽസ്, വീഡിയോ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ആവും. അതിൽ കറണ്ട് അഫേഴ്സ് ഉണ്ടാവും, ഈ പറയുന്ന ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ഉണ്ടാവും, കറണ്ട് അഫേഴ്സ് ഉണ്ടാവും, സയൻസ് ഉണ്ടാവും, മാത്സ് ഉണ്ടാകും, മലയാളം ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും. എന്തെല്ലാം നിങ്ങളുടെ മത്സര പരീക്ഷയ്ക്ക് വേണമോ അതെല്ലാം ഉൾപ്പെട്ട ആയിരിക്കും ഈ പറഞ്ഞ എല്ലാ ദിവസവും 5 മണി മുതൽ നമ്മൾ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ആക്കുന്നത്. വീഡിയോ ക്ലാസ് ഉണ്ടാകും, അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മൈക്രോ നോട്ടും ഉണ്ടാകും. അതായത് ഇപ്പോൾ വീഡിയോ ക്ലാസ് തരുമ്പം ആ കണ്ടന്റുകളെല്ലാം നമ്മൾ വായിച്ച് മാറ്റത്തില്ല. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പോർഷൻ മൈക്രോ നോട്ട്സുകൾ, SCRT കണ്ടന്റുകൾ, എല്ലാ ദിവസവും പത്രവാർത്തകൾ, കറണ്ട് അഫേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ മത്സര പരീക്ഷയിൽ. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവുമുള്ള പത്രവാർത്തകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ എല്ലാ ദിവസവും സബ്ജക്ട് വൈസ് OMR പരീക്ഷ ഉണ്ടാവും. OMR പരീക്ഷ അറ്റൻഡ് ചെയ്യാനുള്ള OMR ഷീറ്റ് ഉൾപ്പെടെ പ്രൊവൈഡ് ചെയ്യും. അതിനകത്തായിരിക്കും നിങ്ങൾ OMR പരീക്ഷ എഴുതേണ്ടത്. ദെൻ ഡെയിലി എക്സാം ഉണ്ടാവും. ഈ തരുന്ന വീഡിയോ ക്ലാസ് ആയിക്കോട്ടെ, പ്രിന്റഡ് നോട്ട് ആയിക്കോട്ടെ, മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അതിനെല്ലാം ബേസ് ചെയ്ത് ഡെയിലി എക്സാം ഉണ്ടാകും. അതുകൂടാതെ സബ്ജക്ട് വൈസ് OMR എക്സാം ഉണ്ടാവും. വീക്കിലി 100 മാർക്കിന്റെ OMR എക്സാം കമ്പൽസറി ആയിട്ടും
ഉണ്ടാകും. ഇത്രയാണ് നമ്മുടെ 5 AM വർക്കൗട്ട് ബാച്ചിനെ പറ്റി നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഡീറ്റെയിൽസ്. പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് 9072728242 നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക. അപ്പം എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ആദ്യ റാങ്ക് നിങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.